നമസ്തേ. യണുസന്ധിയിലെ അവസാനത്തെ ഗ്രൂപ്പ് റ് അല്ലെങ്കിൽ റ് കഴിഞ്ഞിട്ട് അന്യസ്വരം റ് അല്ലെങ്കിൽ റ് അല്ലാത്ത, ഇത് രണ്ടും അല്ലാത്ത ഏതെങ്കിലും സ്വരം വരികയാണെങ്കിൽ ഈ റ് അല്ലെങ്കിൽ റ് ആയി മാറും. ഈ അന്യസ്വരം അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഓർക്കണം, സന്ധി എന്ന് പറയുമ്പോൾ ഇത് ആദ്യത്തെ പദം, ഇത് രണ്ടാമത്തെ പദം. ആദ്യത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരവും രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം. നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം. പിതൃ പ്ലസ് ആജ്ഞ. ശ്രീരാമൻ പിതൃഭക്തൻ. അപ്പോൾ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് വനത്തിലേക്ക് പോയതല്ലേ. പിത്രാജ്ഞ എന്ന് വരും. പിതാവിൻ്റെ ആജ്ഞ. അതെങ്ങനെ വന്നു ആ പദം? പിതൃ പ്ലസ് ആജ്ഞ. സംസ്കൃതത്തിൽ നമ്മൾ പിതാ എന്ന് പറയുകയാണെങ്കിലും അത് ഋകാരാന്ത ശബ്ദമാണ്. പിതൃ എന്നാണ് അതിൻ്റെ മൂലശബ്ദം. പിതൃ അതിൻ്റെ പ്രഥമ വിഭക്തി ഏകവചന രൂപമാണ് പിതാ എന്ന് വരുന്നത്. അപ്പോൾ ഋകാരാന്ത ശബ്ദം പിതൃ പ്ലസ് ആജ്ഞ. ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം റ്. പിതൃ എന്ന ശബ്ദം പിരിക്കുമ്പോൾ പി ത് പ്ലസ് റ് ആണ് പിതൃ. പി പ്ലസ് ത് പ്ലസ് റ്. രണ്ടാമത്തെ പദം അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, കാരണം അതിന് മാറ്റമൊന്നും വരുന്നില്ല. ആജ്ഞ. ഇത് ജ്ഞാനം എന്നുള്ളത് എന്താ? ജ്ഞ. ഇനി നമുക്ക് നോക്കാം. ത് കഴിഞ്ഞിട്ട് റ് വരുന്നുണ്ട്. റ് കഴിഞ്ഞിട്ട് വരുന്ന സ്വരം ആ ആണ്. ആ അന്യസ്വരമാണ്. അതുകൊണ്ട് ഈ റ് എന്തായി മാറും? ര് ആയി മാറും. അപ്പോൾ പി പ്ലസ് ത് പ്ലസ് റിൻ്റെ സ്ഥാനത്ത് നമ്മൾ ര് ചേർക്കാണ്. പ്ലസ് ആജ്ഞ. ത് പ്ലസ് ര് എന്നുള്ളത് തൃ. ആ ചേരുമ്പോൾ ത്രാ. ത്രാ ആയി മാറും. അപ്പോൾ പിത്രാജ്ഞ എന്ന് വരുന്നു. ഈ തൃ എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണ് പറയാൻ. തൃ എന്ന് പറയുമ്പോൾ ഈ തൃ അല്ല ഉദ്ദേശിച്ചത് ഞാൻ. ത് പ്ലസ് ര്, ത്രായിൻ്റെ പാതി. അത് പറയാൻ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ത് പ്ലസ് ര് പ്ലസ് ആ രാ എന്ന് വരുന്നു. ത് പ്ലസ് രാ ത്രാ. അപ്പോൾ പിത്രാജ്ഞ എന്ന് വരുന്നു. വേറെ രണ്ട് ഉദാഹരണം കൂടി നോക്കാം. പിതൃ ഔദാര്യം. ചിലരൊക്കെ പറയുമല്ലോ, ഓ ഇത് എൻ്റെ പിതാവിൻ്റെ ഔദാര്യം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്, എന്ന വീട് സ്വത്ത് എല്ലാം ഞാൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പിത്രൗദാര്യം പിരിക്കുമ്പോൾ പിതൃ പ്ലസ് ഔദാര്യം. പിതൃ എന്ന് പിരിക്കുമ്പോൾ പി പ്ലസ് ത് പ്ലസ് റ്. ഔദാര്യം. ഔദാര്യത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം സ്വരമാണ് ഔ എന്നാണ്. ഔ റ് അല്ല, അന്യസ്വരമാണ്. റ് അല്ലാത്ത ഏത് സ്വരം വന്നാലും ഈ സന്ധി നമുക്ക് ചേർക്കാം. അപ്പോൾ എന്തായി മാറും? ഈ റ് വന്നിട്ട് ര് ആയി മാറും. പി പ്ലസ് ത് പ്ലസ് ര് പ്ലസ് ഔദാര്യം. ര് പ്ലസ് ഔ എന്നുള്ളത് രൗ എന്നാകും. രൗ. ത് പ്ലസ് രൗദാര്യം പിത്രൗദാര്യം എന്ന് വരുന്നു. മാതാവിൻ്റെ ഇച്ഛ. പൊതുവെ ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും ആയിരിക്കുമല്ലോ കുറച്ച് കൂടുതൽ അടുപ്പം. പൊതുവെ അങ്ങനെ പറയും, പക്ഷെ അങ്ങനെ ആവണം എന്നില്ല. എന്നാലും ആൺകുട്ടികൾ എന്താ പറയും? അമ്മയുടെ ആഗ്രഹമാണ്, അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യാണ്. മാതൃച്ഛ. മാതൃച്ഛ എന്ന് പിരിക്കുമ്പോൾ മാതൃ പ്ലസ് ഇച്ഛ. മാതൃ എന്ന പദത്തിൻ്റെ അവസാനം ത് പ്ലസ് റ് ആണ്. റ് കഴിഞ്ഞിട്ട് വരുന്നത് ഇച്ഛ ഈ ആണ്. ഈ റ് അല്ലാത്ത സ്വരമായതുകൊണ്ട് അത് അന്യസ്വരമാണ്. അപ്പം റ് എന്താകും? ര് ആയി മാറും. മാ ത് ര് പ്ലസ് ഇച്ഛ. ര് പ്ലസ് ഈ രി എന്ന് വരും. ത് പ്ലസ് രി ചേർക്കുമ്പോൾ മാതൃച്ഛ എന്ന് വരും. മാതൃച്ഛ. ഇപ്പം റ് എന്ന പദം വെച്ചിട്ടുള്ള ഉദാഹരണം നമ്മൾ എഴുതിയിട്ടില്ല, കാരണം ഋകാരാന്ത ശബ്ദങ്ങൾ വളരെ കുറവാണ്. എന്തായാലും ഈ നിയമം മനസ്സിൽ വെച്ചാൽ മതി. റ് വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് അന്യസ്വരം വന്നു കഴിഞ്ഞാൽ ഈ റ് വന്നിട്ടുള്ളത് ര് ആയി മാറും എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രൂപ്പും കൂടിയുണ്ട്. യണസന്ധിയുടെ ള് വെച്ചിട്ട് ള് കഴിഞ്ഞിട്ട് അന്യസ്വരം വരികയാണെങ്കിൽ ആ ള് എന്തായി മാറും? ല് ആയി മാറും. അപ്പം അതിന് അധികം ഉദാഹരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ നിയമം മാത്രം മനസ്സിൽ ഓർത്താൽ മതി. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്വരസന്ധിയുടെ തന്നെ വേറൊരു ഗ്രൂപ്പിലേക്ക് നമുക്ക് കടക്കാം.